ഹലോ ഗായ്സ്, അപ്പം നമുക്ക് തൃക്കാർത്തിക കത്തിച്ചാലോ? തൃക്കാർത്തിക വിളക്ക് കത്തിച്ചാലോ? വിളക്കിൽ എണ്ണ ഒഴിക്കുകയാണ്. മതിലിലൊക്കെയുള്ള വിളക്കിൽ ഞാൻ എണ്ണ ഒഴിക്കുകയാണ്. ഞാനും അനിയനും കൂടെയാണ് എണ്ണ ഒഴിക്കുന്നത്. എല്ലാത്തിലും എണ്ണ ഒഴിച്ചോ എന്നൊക്കെ ചെക്ക് ചെയ്യുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് സിറ്റ് ഔട്ടിലും വിളക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലും എല്ലാം തിരിയുടെ അലൈൻമെൻറ്റൊക്കെ ശരിയാണോ എന്ന് നോക്കുവാണ്. അത് കഴിഞ്ഞ് മതിലിൽ ഉള്ളതിൽ എല്ലാം വിളക്ക് കത്തിക്കുകയാണ്. സിറ്റ് ഔട്ടിലും കൂടെ കത്തിക്കുകയാണ്. അപ്പോൾ സിറ്റ് ഔട്ടിലും മതിലിന്മേലും ഒക്കെ കത്തിച്ച് കഴിഞ്ഞപ്പോഴത്തേനും വീടൊരു ഫുൾ ഗോൾഡൻ വൈബായിട്ടുണ്ടായിരുന്നു. ലൈറ്റ് ഓഫ് ചെയ്യാൻ മറന്നുപോയി, അല്ലെങ്കിൽ ഫുൾ കാണിക്കാമായിരുന്നു. നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ കാർത്തിക ദീപമൊക്കെ കത്തിച്ച് കണ്ടോ, ഫുൾ മതിലിലൊക്കെ നല്ല ഇതിൽ കത്തിച്ചിട്ടുണ്ട്. അപ്പുറത്തെ വീട്ടിലും ഇപ്പുറത്തെ വീട്ടിലും ഒക്കെ എല്ലാവരും കത്തിച്ചു. ഇതേ കണ്ടോ, സിറ്റ് ഔട്ടിലെ കാഴ്ചയാണിത്. നല്ല ഭംഗിയായിരുന്നു. ലൈറ്റ് ഓഫ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായിരുന്നു. തന്നെ ലൈറ്റ് അപ്പോൾ ഓഫ് ചെയ്യാൻ മറന്നുപോയി. അതാണ്, കണ്ടില്ലേ? പിന്നെ വിളക്ക് കത്തിച്ചല്ലാതെ വിളക്ക് കത്തിച്ചത്. പിന്നെ ഗണപതി ഉരുക്ക് ചെയ്തതാണിത്. ഗണപതി ഉരുക്കിൻ്റെയാണ് ഈ കാണുന്നത്. എല്ലാം ഉണ്ട് കണ്ടോ. അട വെക്കും, ഇവിടെ അട ഉണ്ടാക്കും ഈ ഭാഗങ്ങളിലൊക്കെ. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ ഭാഗങ്ങളിലായിട്ട് മാത്രം കണ്ടുവരുന്ന ഒരു ചെറിയ ചടങ്ങാണിത്. ഞങ്ങളുടെ അവിടെ ഇങ്ങനെ ചടങ്ങില്ല. അരിയോ എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ച് വീടിന് ചുറ്റും പന്തം കത്തിച്ചുകൊണ്ട് നടക്കും. അതിൻ്റെ ഐതിഹ്യമൊന്നും എനിക്കറിയില്ല. ഞാൻ ഇവിടെ വന്നിട്ട് മൂന്നാമത്തെ വർഷമാണ് കാണുന്നത്. ഇത് ആൺകുട്ടികളാണ് ചെയ്യേണ്ടത്. അപ്പം മോനായതിനു ശേഷമാണ് ഇവിടെ ചെയ്തു തുടങ്ങിയത്. അപ്പം മോനാണ് ഇത് ചെയ്യുന്നത്. കണ്ടോ, അനിയൻ പന്തം കത്തിച്ചു കൊടുക്കുവാണ്. കണ്ടോ, അമ്മ മോനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ പോവാണ്. അരിയോ നല്ലോണം വിളിച്ചു, നല്ലപോലെ വിളിച്ചു. വീടിന് ചുറ്റും നടക്കണം ഫുള്ള്. ബാക്ക് സൈഡിലോട്ട് പോയില്ല, ലൈറ്റ് ഇടാഞ്ഞുകൊണ്ട്. അവിടെ ഇരുട്ടായതുകൊണ്ട് ബാക്ക് സൈഡിലോട്ട് പോയില്ല. വീടിന് ചുറ്റും ഫുൾ ഫ്രണ്ടിലെല്ലാം കണ്ടോ, ബാക്കിൽ വീടിൻ്റെ ഫ്രണ്ടിലോട്ട് പോവാണ്. ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഫ്രണ്ടിലോട്ട് പോവാണ്, ഫ്രണ്ട് പോർഷനിലോട്ട് പോവാണ്. അവൻ നല്ലപോലെ വിളിച്ചു. നല്ല രസമുണ്ടായിരുന്നു അവൻ വിളിക്കുന്നത് കേൾക്കാനായിട്ട്. പിന്നെ ബാക്ക് സൈഡിലോട്ട് ആ ഭാഗത്തോട്ട് മാത്രമേ പോയുള്ളൂ. അത് അനിയൻ കൊണ്ടുപോയി പന്തം കത്തിച്ച് കെടുത്തി ബാക്ക് സൈഡിൽ തന്നെ വെച്ചു. അത് നമ്മൾ കാണാൻ പാടുന്നില്ല, അങ്ങനെ എന്തോ ഉണ്ട്, എനിക്ക് കറക്റ്റ് അറിയില്ല. സൈഡിലോട്ടൊക്കെ പോവുകയാണ്, മറ്റേ സിറ്റ് ഔട്ടിൻ്റെ ആ സൈഡിലോട്ട് പോവുകയാണ് പന്തം കൊണ്ട്. ഇച്ചിരി തീ കണ്ടാൽ മതി പന്തത്തിൻ്റെ സൈഡിൽ. അവിടെ നിന്ന് തിരിച്ച് വരുവാണ്.